ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ കാശിയെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകൾ കാണാം. അപ്പം രാവിലെ തന്നെ ചിക്കൻ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടെ. അവന് ചോറ് കഴിപ്പ് പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അവന് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഓക്കാനം വരുന്നതാണ് അവൻ പറയുന്നത്. അങ്ങനെ മിസ്സ് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്യത്തിന് ചോറ് കഴിക്കാൻ ഭയങ്കര പാടാണ്, കരച്ചിലാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കുന്നത് കൊടുത്തു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ തലേന്ന് തന്നെ എന്നോട് പറഞ്ഞു. ദോശയും ചിക്കൻ കറിയും മതിയെന്ന് കാശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ചൂടോടെ ദോശയും ചുട്ടാൽ അവനും അന്നേരം കൊടുക്കാമല്ലോ എന്നും കരുതി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളായി സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ട് അത് വരട്ടിയിട്ട് ഒരു ബിസിലടിക്കുമ്പോഴത്തേക്ക് ചിക്കനും ക്ലീൻ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കരുതി അതൊന്നും വീഡിയോ എടുക്കണ്ടല്ലോ എന്നും കരുതി ക്യാമറ ഓഫ് ചെയ്തിട്ട് ചിക്കൻ ക്ലീൻ ചെയ്യാൻ നിന്നു. വലിയ പീസുകളുണ്ടായിരുന്നു ചിക്കൻ്റെ അകത്തിൽ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ തന്നെ വെച്ച് ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. പക്ഷേ എന്തോ പറ്റിയെന്നറിയാൻ വയ്യ, പെട്ടെന്ന് തന്നെ അതങ്ങ് തെന്നി അങ്ങനെ കയ്യിലോട്ട് പിച്ചാത്തി കൊണ്ട് നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു കേട്ടോ. ഞരമ്പിൻ്റെ ഭാഗത്തായിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബ്ലഡും കാര്യങ്ങളും പോയി. അന്നേരം തല കറങ്ങുകയൊക്കെ ചെയ്ത് അമ്മച്ചിയെ വിളിച്ചുണർത്തി. പിന്നെ അമ്മച്ചി വന്ന് വെള്ളമൊക്കെ തന്നു. അതിപ്പോഴത്തേക്ക് ഏട്ടനും ഇറങ്ങി വന്നു. പിന്നെ അമ്മച്ചിയായിരുന്നു ബാക്കി പാചകമെല്ലാം. അങ്ങനെ കാശി കഴിച്ച് ഫുഡുമൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബെൻസിയറിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇട്ടേ പറ്റത്തുള്ളൂ, നല്ല മുറിവുണ്ടെന്ന്. അങ്ങനെ പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഞങ്ങൾ പതുക്കെ തിരിച്ച് വീട്ടിൽ പോന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് രാവിലെ കാശിയെ സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടുകൾ കാണാം. അപ്പം രാവിലെ തന്നെ ചിക്കൻ എടുത്ത് ഞാൻ വെള്ളത്തിലിട്ടെ. അവന് ചോറ് കഴിപ്പ് പിന്നെയും ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. അവന് ചോറ് കഴിക്കുമ്പോഴത്തേക്ക് ഓക്കാനം വരുന്നതാണ് അവൻ പറയുന്നത്. അങ്ങനെ മിസ്സ് വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ലക്ഷ്യത്തിന് ചോറ് കഴിക്കാൻ ഭയങ്കര പാടാണ്, കരച്ചിലാണ്. അപ്പോൾ അവന് ഇഷ്ടമുള്ള എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഉണ്ടാക്കുന്നത് കൊടുത്തു വിട്ടാൽ മതിയെന്ന്. അങ്ങനെ തലേന്ന് തന്നെ എന്നോട് പറഞ്ഞു. ദോശയും ചിക്കൻ കറിയും മതിയെന്ന് കാശി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാം. പിന്നെ അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് ചൂടോടെ ദോശയും ചുട്ടാൽ അവനും അന്നേരം കൊടുക്കാമല്ലോ എന്നും കരുതി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളായി സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം അരിഞ്ഞു പറക്കി വെച്ചിട്ട് അത് വരട്ടിയിട്ട് ഒരു ബിസിലടിക്കുമ്പോഴത്തേക്ക് ചിക്കനും ക്ലീൻ ചെയ്യാമെന്നായിരുന്നു എൻ്റെ ഉദ്ദേശം. അങ്ങനെ ചിക്കൻ ക്ലീൻ ചെയ്യാൻ വന്നപ്പോൾ ഞാൻ കരുതി അതൊന്നും വീഡിയോ എടുക്കണ്ടല്ലോ എന്നും കരുതി ക്യാമറ ഓഫ് ചെയ്തിട്ട് ചിക്കൻ ക്ലീൻ ചെയ്യാൻ നിന്നു. വലിയ പീസുകളുണ്ടായിരുന്നു ചിക്കൻ്റെ അകത്തിൽ. അപ്പോൾ അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ തന്നെ വെച്ച് ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്. പക്ഷേ എന്തോ പറ്റിയെന്നറിയാൻ വയ്യ, പെട്ടെന്ന് തന്നെ അതങ്ങ് തെന്നി അങ്ങനെ കയ്യിലോട്ട് പിച്ചാത്തി കൊണ്ട് നല്ല രീതിയിൽ മുറിവുണ്ടായിരുന്നു കേട്ടോ. ഞരമ്പിൻ്റെ ഭാഗത്തായിട്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ബ്ലഡും കാര്യങ്ങളും പോയി. അന്നേരം തല കറങ്ങുകയൊക്കെ ചെയ്ത് അമ്മച്ചിയെ വിളിച്ചുണർത്തി. പിന്നെ അമ്മച്ചി വന്ന് വെള്ളമൊക്കെ തന്നു. അതിപ്പോഴത്തേക്ക് ഏട്ടനും ഇറങ്ങി വന്നു. പിന്നെ അമ്മച്ചിയായിരുന്നു ബാക്കി പാചകമെല്ലാം. അങ്ങനെ കാശി കഴിച്ച് ഫുഡുമൊക്കെ ആയിട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ബെൻസിയറിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റിച്ച് ഇട്ടേ പറ്റത്തുള്ളൂ, നല്ല മുറിവുണ്ടെന്ന്.